വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി 100 ഡേ സ്റ്റഡി പ്ലാൻ ചെയ്തു, അതിനുശേഷം മൊഡ്യൂൾ വൈസ് അനാലിസിസ്. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 65 ചോദ്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ലൈവ് സെഷൻസ്, റെക്കോർഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ജൂനിയർ അക്കൗണ്ടിന്റെ ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 66 ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ചോദ്യം ഇതാണ്: കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കളക്ട് ചെക്സ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്സ്, ബിൽസ് എക്സെട്ര on behalf of their customers as part of. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ചെക്സ് കളക്ട് ചെയ്യുന്നുണ്ട്, DD ബില്ല് ഇതൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് ഓൺ ബിഹാഫ് ഓഫ് ദെയർ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്. സോ അത് എന്താണ്, അവരുടെ എന്ത് സർവീസ് ആണെന്നുള്ളതാണ് നമുക്ക് ആൻസർ കൊടുക്കേണ്ടത്. നമ്പർ 1 ഏജൻസി സർവീസസ്, നമ്പർ 2 ജനറൽ യൂട്ടിലിറ്റി സർവീസസ്, ദെൻ പ്രൈമറി ഫംഗ്ഷൻ, ദെൻ അഡ്വാൻസിങ് ലോൺസ്. നമുക്ക് ഓരോന്നിലോട്ട് കിടക്കാം. ആദ്യത്തെ ഏജൻസി സർവീസസ് എന്ന് പറയുന്നുണ്ട്. ഏജന്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഓൺ ബിഹാഫ് ഓഫ് അല്ലേ, 1 പേഴ്സൺ, ഒരു വ്യക്തി ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ വ്യക്തിനെ ഏജന്റ് എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് വേണ്ടിയിട്ടൊരു വേറൊരു വ്യക്തി എനിക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ആ വ്യക്തി എൻ്റെ ഏജന്റ് ആണെന്ന്. സോ ഇവിടെയും ബാങ്ക് ചെയ്യുന്ന പരിപാടി അതാണ്. ബാങ്ക് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമേഴ്സ് കളക്ട് ചെയ്യുന്നു ചെക്ക്, DD ആവട്ടെ ബില്ലാവട്ടെ. സോ ഇതൊക്കെ ബാങ്കിൻ്റെ ഏജൻസി സർവീസസിലാണ് വരാം. ഓക്കെ, കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്യുന്ന ഏജൻസി സർവീസസ് ആണ് ഇതൊക്കെ. സോ ആൻസർ വരുന്നത് A ആണ്. പിന്നെ ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറയുന്നത് മിസ്ലേനിയസ് സർവീസസ് ആണ്. ഇപ്പോൾ ലോക്കർ ഫെസിലിറ്റി കൊടുക്കുന്നു അല്ലേ, കാർഡ്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ്, അങ്ങനത്തെ ഒക്കെ ജനറൽ യൂട്ടിലിറ്റി സർവീസസിൽ വരുന്നത്. പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് അല്ലേ, ലെൻഡിങ് മണി, അതാണ് പ്രൈമറി ഫംഗ്ഷൻ. അഡ്വാൻസിങ് ലോണും പ്രൈമറിയിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ A ആണ് കേട്ടോ വരാ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 67. Demutualization is the process by which member-owned organization can become a shareholder company. Demutualization is the term which is related with. അപ്പോൾ demutualization എന്ന് പറയുന്നത് അതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞാൽ ഈസ് ദി പ്രോസസ് ബൈ വിച്ച് മെമ്പർ ഓൺ ഓർഗനൈസേഷൻ ഷെയർ ഹോൾഡർ കമ്പനി ആയിട്ട് മാറുന്നതിനെയാണ്, ആ പ്രോസസ്സിനെയാണ് demutualization എന്ന് പറയാം. അത് എന്തിനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്? നമ്പർ 1 ഷെയർസ്, നമ്പർ 2 ബാങ്ക്സ്, ദെൻ മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. എന്തായിരിക്കും വരാ? ആദ്യം പറഞ്ഞിട്ട് ഷെയർസ് എന്ന് പറയുന്നത് ഓണർഷിപ്പിൻ്റെ ഏറ്റവും അല്ലെ സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് ഷെയർസ് എന്ന് പറയാം അല്ലേ. അപ്പം അതല്ല. ദെൻ നെക്സ്റ്റ് ബാങ്ക്സ് അല്ല. ബാങ്ക്സ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടു, ആക്സെപ്റ്റ് ചെയ്യുന്നു, ഡിപ്പോസിറ്റ് ലെൻഡ് ചെയ്യുന്നു. അവിടെ ബാങ്കുകളിൽ എന്താണ് റീസ്ട്രക്ചറിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഓൾറെഡി അവർ ഈ പറയുന്ന എന്താണ് ഷെയർ ഹോൾഡർ കമ്പനിയാണ് ബാങ്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ അതല്ല ഇത് ഈ പറയുന്ന ഡിമ്യൂച്വലൈസേഷൻ ബാങ്കിനെ റിലേറ്റ് ചെയ്ത് വരുന്നതല്ല. ദെൻ മ്യൂച്വൽ ഫണ്ട് എന്താ? ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ല ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലേ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അതുമല്ല. ദെൻ പിന്നെ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സോ അതാണ് ആൻസർ വരാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഡിമ്യൂച്വലൈസേഷൻ. മെമ്പർ ഓൺഡ് ഓർഗനൈസേഷനെ ഷെയർ ഹോൾഡർ ലിസ്റ്റഡ് എന്താണ് കമ്പനിയായിട്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിമ്യൂച്വലൈസേഷൻ എന്ന് പറയാം. ദാറ്റ് ഈസ് ആക്ച്വലി ഹാപ്പനിങ് എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർ ഹോൾഡർ കമ്പനിയായിട്ട് ലിസ്റ്റഡ് ആയിട്ട് മാറുന്നതാണ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ മെമ്പർ ഓണ്ടിൽ നിന്ന് ഷെയർ ഹോൾഡർ കമ്പനിയായിട്ട് മാറുന്നതിനെയാണ് ഡിമ്യൂച്വലൈസേഷൻ എന്ന് പറയാം.
സോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ടൈമാണ്. ഇതുവരെ മെമ്പർ ഓൺഡ് സ്ഥാപനമായിരുന്നു, അതെന്തായിട്ട് മാറുന്നു? ഷെയർ ഹോൾഡർ കമ്പനിയായിട്ട്, പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ നടത്തുന്ന കമ്പനിയായിട്ട് മാറുന്നു. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ലേ കമ്പനി ലിസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ നടത്തിയിട്ട്. സോ ദാറ്റ് ഈസ് ആക്ച്വലി റിലേറ്റഡ് വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം കേട്ടോ. Moving to 68, dash as a tool which helps to curb excess volatility in the stock exchanges. സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലെ എക്സസ് വോളറ്റിലിറ്റി നമുക്കറിയാം, ഷെയർ പ്രൈസിൽ വരുന്ന അല്ലെ പെട്ടെന്നുള്ള ഹൈ ചിലപ്പോൾ ഏറ്റവും താഴേക്ക് പോകുന്നു, അതിനെ നമ്മൾക്ക് പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൂൾ എന്താണ്? വിച്ച് ഹെൽപ്സ് ടു കർബ് എക്സസ് വോളറ്റിലിറ്റി. നമ്പർ 1 സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ദെൻ NSCCL, then scores BSC. സോ നമുക്ക് ആദ്യം കാണാം സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ്, അതാണ് ആൻസർ വരാം. എക്സസ് വോളറ്റിലിറ്റി അതിനെ ടെമ്പററിലി ട്രേഡിംഗ് ഹോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വല്ലാണ്ട് ഇതിൽ ചേഞ്ചസ് വരുമ്പോൾ ടെമ്പററിലി ആ ട്രേഡിങ്ങിനെ ഹോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ്, ടൂളാണ് ഈ പറയുന്ന സർക്യൂട്ട് ബ്രേക്കേഴ്സ്. സോ ഇതാണ് ആൻസർ. ദെൻ പിന്നെ NSCCL കാണാൻ സാധിക്കും, അത് നാഷണൽ സെക്യൂരിറ്റീസ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഈ പറയുന്ന ട്രേഡൊക്കെ എന്താണ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ സ്കൂൾസ് ആണ്, സെബീസ് കംപ്ലൈൻറ്റ് റീഡ്രസൽ സിസ്റ്റം. പിന്നെ BSC സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരെണ്ണമുള്ളതാണ്. അപ്പോൾ ഇതിൽ ആൻസർ വരാം ഓപ്ഷൻ എ ആണ് കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 69. Listed companies can file appeal against the orders of stock exchanges in the dash as per Securities Contract Regulation Act 1956. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരുന്ന ഓർഡേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് ഫയൽ ചെയ്യാൻ സാധിക്കുന്നത് എവിടെയാണ്? നമുക്ക് എന്താണ് നമ്മുടെ എതിരഭിപ്രായം ഉള്ളത്, അതിന് വേണ്ടിയിട്ട് അപ്പീലൊക്കെ പോകാൻ പറ്റുന്നത് എവിടെയാണെന്നുള്ളതാണ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 പ്രകാരം. നമ്പർ 1 കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, നമ്പർ 2 നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ, ദെൻ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ, ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നമ്മൾ പരാതിക്ക് പോകുന്നത് എന്താണ്? മോശമായിട്ടുള്ള കോമ്പറ്റീഷൻ അല്ല, ആൻറ്റി കോമ്പറ്റീറ്റീവ് ആക്ട് നടക്കുമ്പോൾ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ അതല്ല. ദെൻ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൻ്റെ ഓർഡേഴ്സിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് പോകണമെങ്കിലാണ് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണലിലേക്ക് പോവുക. അപ്പോൾ അതല്ല. പിന്നെ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണലാണ് വരുന്നത്, അതാണ് ആൻസർ തരാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓർഡേഴ്സിനെ നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പോകണമെങ്കിൽ അപ്പീൽ കൊടുക്കാൻ നമുക്ക് പോകാൻ സാധിക്കുന്നത് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണലിലാണ്. അപ്പോൾ അതാണ് ആൻസർ വരാം. ലാസ്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, അത് കൺസ്യൂമർ അല്ലേ റൈറ്റിന് വേണ്ടിയിട്ടുള്ള ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിലെ ആൻസർ കേട്ടോ. നമുക്ക് ഒരെണ്ണം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 70. Which of the following statement are correct? Number 1, companies have to obey Indian Companies Act 2013 for listing of shares. It is not necessary to obey SEBI regulations to list their shares in stock exchanges. Number 1. Number 2, companies have to obey SEBI regulations for listing of shares. It is not necessary to obey Companies Act 2013 to list their shares in stock exchange. And opposite parayunu. Number 3, companies have to obey both SEBI regulations and Indian Companies Act 2013 to list their shares in stock exchange. അപ്പോൾ 4 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ നോക്കാം. കമ്പനീസ് 2013 കമ്പനീസ് ആക്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം, സെബി റെഗുലേഷൻ ഫോളോ ചെയ്യണ്ട എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് തെറ്റാണ്. രണ്ടാമത് സെബി റെഗുലേഷൻ ഫോളോ ചെയ്യണം, കമ്പനീസ് ആക്ട് ഫോളോ ചെയ്യണ്ടെന്ന് പറയുന്നത്, അത് തെറ്റാണ്. രണ്ടും ഫോളോ ചെയ്യണം. സോ ഓപ്ഷൻ 3 ആണ് ആൻസർ വരാം അല്ലേ. സോ ബി ആണ് ആൻസർ വരാം. സ്റ്റേറ്റ്മെന്റ് 3 മാത്രമാണ് ഇതിൽ ശരി. സോ ഓൺലി 3 ഈസ് കറക്റ്റ്, ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു 5 ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്ക് 30 ചോദ്യങ്ങൾ കൂടി ഇതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ദെൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
ക്ലാസ്സസ് ആക്സസ് ചെയ്യുക കേട്ടോ. നമ്മൾ ക്ലാസ്സസ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൂളായിട്ട് സമാധാനമായിട്ട് പഠിച്ചു പോയാൽ മതി. നമുക്ക് അത്യാവശ്യം ടൈമുണ്ട്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.